ഒരു സ്ത്രീക്ക് ഒരു അശ്ലീല മെസ്സേജ് അയച്ചാൽ അത് IPC പ്രകാരം ഒരു കോഗ്നൈസബിൾ കുറ്റമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കേസ് എടുക്കേണ്ടി. ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും അവർക്ക് കിട്ടിയ അശ്ലീല മെസ്സേജിനെ കുറിച്ച് പരാതി പറഞ്ഞാൽ എത്ര കേസ് എടുക്കേണ്ടി വരും? അപ്പോൾ അത്ര വ്യാപ്തിയാണ്. കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമോ, കുടുംബത്തിനകത്തുള്ള കേസ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് നമ്മൾ കേസെടുക്കും. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ കേരളത്തിൽ 60 ലക്ഷം വാഹനങ്ങളെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 180 ലക്ഷം വാഹനങ്ങളായി. ഞാൻ സർവീസിൽ ചേർന്നപ്പോൾ ഇവിടെ ആകെ 1 ലക്ഷത്തിൽ താഴെ വാഹനങ്ങളായി. 1976 കേരളത്തിൽ 1 ലക്ഷത്തിൽ താഴെ വാഹനങ്ങളായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് 60 ലക്ഷമായി. ഇപ്പോൾ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് അത് 180 ലക്ഷമായി. ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്നത് തന്നെ എത്രമാത്രം വിഷമുള്ളൊരു കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ജോലി ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ നേഴ്സിങ്ങിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു വലിയ ആരോഗ്യ സ്ഥാപനം നടത്തുകയാണ്. നേഴ്സിങ്ങിനെ സംബന്ധിച്ച് നാഷണൽ അക്രഡിറ്റേഷൻ ബ്യൂറോ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർക്കൊരു നേഴ്സിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താ? 6 രോഗികൾക്ക് ഒരു നേഴ്സ് ഒരു ഷിഫ്റ്റിൽ വേണം. അപ്പോൾ 6 രോഗികൾ ഒരു ആശുപത്രിയിലുണ്ടെങ്കിൽ 3 നേഴ്സസിനെ നിയമിക്കണം. ഇതാണ് നേഴ്സിംഗ് സ്റ്റാൻഡേർഡ്. ഒരു സ്ത്രീക്ക് ഒരു അശ്ലീല മെസ്സേജ് അയച്ചാൽ അത് IPC പ്രകാരം ഒരു കോഗ്നൈസബിൾ കുറ്റമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കേസ് എടുക്കേണ്ടി വരും. ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും അവർക്ക് കിട്ടിയ അശ്ലീല മെസ്സേജിനെ കുറിച്ച് പരാതി പറഞ്ഞാൽ എത്ര കേസ് എടുക്കേണ്ടി വരും? അപ്പോൾ അത്ര വ്യാപ്തിയാണ്. കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമോ, കുടുംബത്തിനകത്തുള്ള കേസ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് നമ്മൾ കേസെടുക്കും. അങ്ങോട്ട് 40,000 പോലീസുകാരുണ്ടെങ്കിൽ ആ 40,000 പോലീസുകാരുടെ പകുതി 20,000 വാഹനങ്ങളെങ്കിൽ പോലീസ് വേണ്ടേ? കാരണം കാറിൽ വന്ന് കുറ്റകൃത്യം ചെയ്തു പോയ ഒരു പ്രതിയുടെ പുറകിനെ പോകാൻ സൈക്കിളിൽ പോയാൽ മതിയോ? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന 2 പ്രൊഫഷൻസാണ്. ഒന്ന് ഡോക്ടർ, മറ്റേത് ലോയർ. രണ്ടും റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻസ്. ഒരു പ്രൊഫഷന്റെ ഏറ്റവും വലിയ മോഡൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷൻ. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അഡ്വക്കേറ്റ്സ്. അഡ്വക്കസി ഈസ് വൺ ഓഫ് ദി വെരി ഓണേഡ് പ്രൊഫഷൻസ്. അഥവാ ഇത് നടക്കുമ്പോൾ നിങ്ങൾ രാവിലെ അങ്ങോട്ട് കൊട്ടാരക്കര ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ 2 പേര് തമ്മിൽ അടിപിടി കൂടുന്നു. ആ അടിപിടി കൂടുന്നതിൽ 3 പേര് കൂടി അടിപിടി കൂടിയാൽ ഇപ്പോൾ ഒരു പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. ഏതാണോ? 100. പുതിയ സെക്ഷൻ 100 വന്നിട്ടുണ്ട്. ആ 100 പറയുന്നത് സംഘടിത കുറ്റകൃത്യമാണ്. 101 പറയുന്നത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമാണ്. വേണമെന്നുണ്ടെങ്കിൽ 4-5 പേര് കൂടി ഒരാളെ അടിച്ചാൽ ഞാൻ വായിച്ചിടത്തോളം നിങ്ങൾക്ക് 101 കേസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പഴയ പതിവ് അനുസരിച്ച് നിങ്ങൾ കേസെടുക്കാൻ പോകുന്നത് ഒന്നുകിൽ 160 കേസെടുക്കും. പബ്ലിക് അഫ്രേ എന്ന് പറഞ്ഞ കേസെടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ 324 അല്ലെങ്കിൽ 341, 323 വെച്ചായിരിക്കും നിങ്ങൾ കേസെടുക്കാൻ പോകും. അബദ്ധവശാൽ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ അല്ല, കേസ് വിടുന്നോളല്ല. ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഇത് 101 വെച്ചെടുക്കേണ്ട കേസായിരുന്നു. പോലീസിന്റെ അലംഭാവം കൊണ്ട് നിങ്ങൾ ആ കേസ് എടുത്തില്ല, അവനെതിരായിട്ടൊരു ചാർജ് കൊടുക്കുക. പക്ഷെ ഇത് വായിച്ച പ്രോസിക്യൂട്ടർ വക്കീലുണ്ട്, ഇത് കോടതി ചെന്നപ്പോൾ വായിച്ച മജിസ്ട്രേറ്റ് ഉണ്ട്, അവിടുത്തെ ബെഞ്ച് ക്ലർക്കുണ്ട്. ആരും ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ പോലീസ് ഒരു പുസ്തകത്തിന്റെ സഹായമില്ലാതെ, മറ്റാരുടെയും സഹായമില്ലാതെ, ആരോടും സംശയ നിവൃത്തി വരാനുള്ള സാഹചര്യമില്ലാതെ വെറുതെ വഴിയെ കൂടെ നടക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളും അറിഞ്ഞ് അതിന്റെ വരുംവരാഴികളെ കുറിച്ച് ചിന്തിച്ച് വിവിധ വകുപ്പുകളുടെ ആപ്ലിക്കബിലിറ്റിയുടെ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി യോജ്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വേണ്ടത്ര അനുകമ്പയോടെ, എന്നാൽ അത്യാവശ്യം വേണ്ട രൗദ്രഭാവത്തിൽ. അനുകമ്പയും വേണം, രൗദ്രഭാവവും വേണം, ഇല്ലേ? വിക്ടിമിനെ കാണുമ്പോൾ നമ്മൾ സിമ്പതി കാണിക്കണം, അടിച്ചവനെ കാണുമ്പോൾ നമ്മളൊന്ന് രൗദ്രഭാവം വേണം. ഒരേ സമയം മോഹൻലാലിനോ മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത സംഗതിയാണ് ഇത്. ഒരേ സമയം വിക്ടിമിനോട് നമ്മൾ അനുകമ്പ, മറ്റേ സമയത്ത് പ്രതിയോട് രൗദ്രം. അപ്പൊ ഇങ്ങനെ
വ്യത്യസ്തമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി പോവുകയും അത് വലിയ വലിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്ലേഷിച്ചെടുക്കുകയും അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതിയെ മാറ്റുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു ജോലിയാണ് നമ്മൾ നിക്ഷിപ്തമായിരുന്നത്.